ഓക്കെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്കറിയാം കൊറോണ എന്ന മഹാമാരി വന്ന് പിടിപെട്ടു. അപ്പൊ നമ്മളെല്ലാം ഈ സമയത്ത് നമ്മൾ അക്കാഡമികളിൽ ഉണ്ടായിരിക്കേണ്ടവരായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കെല്ലാം ഒത്തുചേരാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ KCA ഇനിഷ്യേറ്റ് ചെയ്തു. നമ്മൾ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒന്ന് ഒത്തുചേരുന്നു. അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. അതിനുവേണ്ടി ആദ്യമായിട്ട് KCAക്ക് നന്ദി പറയുന്നു. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ ഈ ടൈമിൽ ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അക്കാഡമികളിൽ ബേസിക് ടെക്നിക്കുകളിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നെറ്റ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ആരും അതിനകത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടൈമിൽ നിങ്ങൾ വീട്ടിൽ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇപ്പൊ പറയുന്നുള്ളൂ. അത് ബാറ്റിങ്ങിന്റെ ബേസിക് ടെക്നിക്കുകളുടെ കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആരും അതിനെ കുറിച്ച് വറി ചെയ്യണ്ട. നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസം എല്ലാവർക്കും വേണം. ഈ ഒരു കാലത്തിന് ശേഷം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ക്രിക്കറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ 4 ക്ലാസ്സുകളിൽ നമുക്ക് എടുത്തത്. ഗോൾ സെറ്റിങ്, അതുപോലെ തന്നെ റോഡ് ടു ദ ടോപ്പ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിന്റെ കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അത് നമ്മുടെ ഈ സ്കില്ലിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതെല്ലാം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതെല്ലാം നല്ല പോസിറ്റീവ് ആയിട്ട് എടുക്കുക. നിങ്ങൾ പറ്റുമെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാര്യങ്ങളെല്ലാം ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഗോൾ സെറ്റിംഗ് എഴുതിയപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എവിടെ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യണം, സ്കില്ലിലും അതുപോലെ തന്നെ ടെക്നിക്കലുകളെല്ലാം നമ്മൾ വർക്ക് ചെയ്യണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ നമ്മുടെ സെഷൻ. ക്രിക്കറ്റിലെ ബാറ്റിംഗ് ബേസിക്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിക്കറ്റിന്റെ ബാറ്റിംഗ് ബേസിക്സ് സ്കില്ല് മാച്ച് കളിക്കുമ്പോൾ നമ്മുടെ സ്കില്ലിനെ എത്രയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഈവൻ നമ്മുടെ അക്കാഡമിയിലുള്ളവരെല്ലാം ഒരു 90% എല്ലാ സ്റ്റേറ്റ് കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. അപ്പൊ ആ ഒരു അവസരത്തിൽ നമ്മളിപ്പം ഡിസ്ട്രിക്ട് കളിക്കുന്നതോ അത് ഇവിടെ കളിക്കുന്ന നമ്മൾ ജസ്റ്റ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റേറ്റ് മാച്ച് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഫോൾട്ട്, അതാണ് നമ്മുടെ ബേസിക് ടെക്നിക്കിലോട്ട് നമ്മൾ ബാക്ക് ടു ബേസിക് ടെക്നിക് നമ്മൾ തിരിച്ചു വരുന്ന ടെക്നിക്കിലോട്ട്. അപ്പൊ അതിന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യുന്ന ഒരു സെഷൻ മാത്രമാണ് ഇന്നത്തെ ബേസിക് ബാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെഷനിലോട്ട് കിടക്കാം. ഓക്കെ, ബാറ്റിംഗ് ഫസ്റ്റ് ഈ പിക്ചർ ആണെങ്കിൽ തന്നെ എയിം ഓഫ് എ ബാറ്റ്സ്മാൻ. ഒരു ബാറ്റ്സ്മാന്റെ എയിം എന്താണ്? ഒരു ബാറ്റ്സ്മാന്റെ എയിം എന്ന് പറഞ്ഞാൽ ടു സ്കോർ റൺസ് കൺസിസ്റ്റന്റ്ലി. നമ്മള് ഒരു ബ്രയൻ ലാറയുടെ ഫോട്ടോ ആണെന്ന് ബ്രയൻ ലാറ എത്രയോ സെഞ്ചുറി അടിച്ചു. അതിന് ശേഷമാണ് അദ്ദേഹം ഒരു 400 റൺസ് അടിച്ചത്. അപ്പൊ അതുപോലെ നമുക്ക് പോകാനായിട്ട് പറ്റും. നമുക്ക് എബിലിറ്റി ഉണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പാത്തിലൂടെ പോയാൽ മാത്രമേ നമുക്ക് ഇത് സാധ്യമാവുകയുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു ഡിസ്ട്രിക്ട് മാച്ചിലോ അല്ലെങ്കിൽ അതിൽ ആ ലെവലിൽ വന്നൊരു സെഞ്ചുറി അടിച്ചാൽ സെഞ്ചുറിക്ക് അതിൻ്റെതായ വിലയുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടൂർണമെന്റിൽ ഒരു സെഞ്ചുറി അടിച്ചാൽ 1 അല്ല 2 അല്ല 3 സെഞ്ചുറീസ് മിനിമം ഒരു ടൂർണമെന്റിൽ വരിക, നല്ല സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് കൺസിസ്റ്റന്റ് ആയിട്ട് റണ്ണ് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ബേസിക് ആയിട്ട് കാര്യങ്ങളാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കെല്ലാം ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഇതിനകത്ത് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ദി എസൻസ്. എന്തോ ഒരു മിനിറ്റ്, വീഡിയോ ഓൺ ചെയ്യണേ. അരുണെ കാണാൻ പറ്റുന്നില്ല. വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമോ? വീഡിയോ. ഓക്കെ. സോറി വീഡിയോ ഓൺ ചെയ്യണല്ലോ ചേട്ടാ. ഹലോ, വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമോ? ഓക്കെ. കാണാലോ? ഓക്കെ, കണ്ടു മതി. താങ്ക് യു. ഓക്കെ, ഫുൾ സ്ക്രീൻ ആയിക്കോ. ഫുൾ സ്ക്രീൻ. ഓക്കെ, കാണാലോ? കാണാം അരുണ, കണ്ടിന്യൂ ചെയ്തോ. സോറി, താങ്ക് യു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ കൺസിസ്റ്റൻസിയെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, കോൺസെൻട്രേഷൻ. ഓക്കെ, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം എന്താ ഓടുന്നത്? ഫൈൻ ഫോക്കസ്. അതാണ് നമ്മുടെ മനസ്സിലോട്ട് ആദ്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തിനെയാണ് ആസ് എ ബാറ്റ്സ്മാൻ എന്തിനാണ് നമ്മൾ ഫൈൻ ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ ബോളിനെയാണ് ശരിക്കും
ഫോക്കസ് ചെയ്യുന്നത്. ഫ്രം വെയർ ടു വെയർ, എവിടം തൊട്ട് എവിടം വരെയാണ് നമ്മൾ ബോളിനെ വാച്ച് ചെയ്യുന്നത്. ഒരു ബോൾ റിലീസ് ചെയ്യുന്ന പോയിന്റ് തൊട്ട് ആ ബോൾ ബൗണ്ടറി പോകുന്ന വരെ നമ്മൾ, അല്ലെ ഫീൽഡറിന്റെ കയ്യിലോട്ടല്ല ഗ്യാപ്പിലോട്ട് പോകുന്ന വരെ നമ്മൾ ആ ബോളിനെ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. ഇത് എന്താ ചെയ്യണം, നമ്മൾ അതിലെ എല്ലാ ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ വാച്ച് ചെയ്യുക. എല്ലാ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചില പെയിന് അല്ലെങ്കിൽ ചില എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ബോളിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം ഒരു ഷോട്ട് അടിക്കും ബാലൻസ് എത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേബിൾ ബേസ്, അല്ലെ? സ്റ്റേബിൾ ബേസ് എങ്ങനെ ഉണ്ടാക്കും? നമ്മള് എല്ലാ ബോഡി പാർട്ടിനെയും നമ്മളൊരു ബോൾ പിച്ച് ചെയ്യുന്ന ലെങ്തിലോട്ട് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യുന്നു. ഹെഡ് കറക്റ്റ് ആയിട്ട് ബോളിന്റെ ലൈനിലോട്ട് കൊണ്ടുവരുന്നു. അതാണ് കറക്റ്റ് സ്റ്റേബിൾ ബേസ്. അതിനാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കോൺസെൻട്രേഷൻ ബോളറുടെ ഒരു ബാറ്റ്സ്മാന്റെ ഒരു എബിലിറ്റി ആണ് ബോളർ ക്ലീൻ ആയിട്ട് വാച്ച് ചെയ്യുക. അതിന്റെ ഓൾ ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ബോളിനെ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. അപ്പൊ അത് നമ്മൾ കോൺസെൻട്രേഷൻ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന കുറച്ച് ഡ്രിൽസുകൾ നിങ്ങൾ അക്കാഡമീസിലെല്ലാം ചെയ്യുന്നുണ്ട്. ജഗ്ലിംഗ് ദ ബോൾ, ദെൻ പാർട്ട്നേഴ്സ് ത്രോ, ദെൻ ബോൾ ത്രോ, സ്നാച്ചിങ് ദ കോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട് അക്കാഡമീസിൽ. അപ്പൊ അത് നിങ്ങളൊന്ന് ഈ ടൈമിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീഡിയോയിൽ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് വീഡിയോയിൽ ചെയ്താൽ നമുക്ക് ഈ കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, ടെക്നിക്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടെക്നിക്. ഞാൻ നേരത്തെ പറഞ്ഞ ജൂൺ ജൂലൈ സമയങ്ങളിലെല്ലാം നമ്മള് അക്കാഡമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കുകളാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇൻഡോറിലായിക്കോട്ടെ അത് ഔട്ട്ഡോറിലായിക്കോട്ടെ നമ്മൾ ബേസിക് ടെക്നിക്കുകളിൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ നെറ്റ്സോ അല്ല ഓപ്പൺ നെറ്റ്സോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ജൂൺ ജൂലൈ മാസങ്ങളിൽ. ഫിറ്റ്നസ് ആൻഡ് ടെക്നിക്. അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന് എത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. ഏറ്റവും ബേസ് ആണ് ക്രിക്കറ്റിൽ നമ്മുടെ ബാറ്റിംഗിൽ ഏറ്റവും ബാറ്റിംഗിലായിക്കോട്ടെ ബോളിംഗിലായിക്കോട്ടെ ഏറ്റവും ബേസ് ആണ് നമ്മുടെ ടെക്നിക്ക് എന്ന് പറയുന്നത്. നല്ല സ്ട്രോങ് ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു, ഇപ്പം ഒരു വീടിന്റെ ഒരു കാര്യം തന്നെ വിടും, വീട് നല്ലൊരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് അതിന് മേളിൽ നമുക്ക് കയറി നല്ലൊരു വീട് പണിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ക്രിക്കറ്റില് ബാറ്റിംഗിൽ ടെക്നിക്കിന്റെ കാര്യം പറയുന്നത്. നല്ലൊരു ടെക്നിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റൺസ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ എന്താണ് നമ്മൾ ഈ ടെക്നിക്ക് കൊണ്ട് നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ്? അതാണ് നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ടത്. എന്താണ് അഡ്വാൻറ്റേജ്? അപ്പൊ നമ്മള് എഫക്റ്റീവ്ലി നമ്മള് ബോള് നല്ല ടൈമിങ്ങോടുകൂടി ഗുഡ് ഫുഡ് വർക്ക് എന്ന് പറഞ്ഞാൽ മിനിമൽ മൂവ്മെന്റ്സിൽ നമുക്ക് നല്ലൊരു ഷോട്ട് കളിക്കാൻ പറ്റണം. നല്ല ഫുഡ് വർക്കോടി മിനിമൽ മൂവ്മെന്റ്സിൽ നമുക്ക് നല്ലൊരു ഷോട്ട് നമുക്ക് കളിക്കാനായിട്ട് പറ്റണം. അപ്പൊ നമുക്കറിയാം അതാണ് നമുക്ക് ടെക്നിക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ ഷോട്ടുകളും പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ ചിലപ്പോൾ ആവണമെന്നില്ല. കളിക്കാൻ പറ്റുന്നവരും ഉണ്ടാക്കാൻ പറ്റുക, പക്ഷെ എല്ലാവർക്കും എല്ലാ ഷോട്ടുകളും പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ സാധിക്കാത്തവരുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീക്കായിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ സേഫ് ആവണം. ആ വീക്കായിട്ടുള്ള ഏരിയയിൽ നമ്മൾ സേഫ് ആവണം. അവിടെ നമ്മള് പ്രൊട്ടക്റ്റഡ് ആവണം. അപ്പൊ അതിന് നമ്മൾ നല്ല ടെക്നിക്ക്, നല്ല സൗണ്ട് ടെക്നിക്ക് ഉള്ളവർക്ക് അത് സാധിക്കും. വീക്ക് ഏരിയയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും. ദെൻ അതുപോലെ തന്നെ നല്ല ടെക്നിക്ക് ഉള്ളവർ, നമുക്കറിയാം ചില വിക്കറ്റുകൾ, മോശമായ വിക്കറ്റുകളുണ്ട്. അവിടെ ബോൾ കുത്തി നന്നായിട്ട് തിരിയുന്ന വിക്കറ്റുകൾ, അല്ല നല്ല ബൗൺസ് ഉള്ള വിക്കറ്റുകൾ. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പിച്ചസിൽ നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ടെക്നിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈവൻ ഇൻ T20 ക്രിക്കറ്റ് നല്ല ബോളില് ചിലപ്പോൾ നമ്മൾ ഔട്ട് ആവാം. പക്ഷെ നല്ലൊരു ടെക്നിക്ക് ഉള്ള ഒരാൾക്ക്, നല്ലൊരു ടെക്നിക്കൽ ഫൗണ്ടേഷൻ ഉള്ള ഒരാൾക്ക് അതിനകത്തും നമുക്ക് നന്നായിട്ട് സക്സസ് ആകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ ബേസ് ടെക്നിക്കില് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിനുള്ള ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് നോക്കി അറിയാം. അതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രിപ്പ്, സ്റ്റാൻസ്, ബാക്ക് ലിഫ്റ്റ് തുടങ്ങിയവയാണ്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് പോവാം. ബേസിക് ബാറ്റിംഗ് ഫണ്ടമെന്റൽസ്. ഫസ്റ്റ് കൊണ്ട് അതിനകത്ത് വരുന്നത് ബേസിക് സെറ്റപ്പ് ആണ്. അതാണ് പറഞ്ഞത് ഗ്രിപ്പ്, സ്റ്റാൻസ്,
ബാക്ക് ലെഫ്റ്റ്. അതിനുശേഷം നമ്മൾ വെർട്ടിക്കൽ ബാക്ക് സ്ട്രോക്കിനെ കുറിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം നമുക്ക് ഹൊറിസോണ്ടൽ ബാക്ക് സ്ട്രോക്സിനെ പറ്റി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ബാറ്റിംഗ് സെറ്റപ്പിന്റെ കാര്യം പറഞ്ഞു. ഗ്രിപ്പ്, സ്റ്റാൻസ്, ബാക്ക് ലെഫ്റ്റ്. ഗ്രിപ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രിപ്പ്. നമുക്ക് എല്ലാവരും അക്കാഡമികളിൽ എല്ലാവരും കൂടുതൽ സമയം ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു കാര്യം. നമ്മൾ ജസ്റ്റ് ഒരു സ്കില്ല് അപ്ലൈ ചെയ്യുമ്പോൾ പല മിസ്റ്റേക്കുകളും നമുക്ക് ഗ്രിപ്പിൽ നിന്നാണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. ദെൻ നമ്മളെല്ലാം എന്ത് ചെയ്യും? ബാക്ക് ടു ഗ്രിപ്പ്, അഗെയിൻ ബേസിക്സിലോട്ട് നമ്മൾ തിരിച്ചു വരും. അപ്പൊ അത് ആ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് റിഫ്രഷ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഗ്രിപ്പ്, ഹൗ ടു ഹോൾഡ് ദ ബാറ്റ്. എങ്ങനെയാണ് നമ്മൾ ബാറ്റ് പിടിക്കുന്നത്, അതാണ് ഗ്രിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു പ്രോപ്പർ ഗ്രിപ്പ് കൊണ്ട് നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ്? എന്താണ് പ്രോപ്പർ ഗ്രിപ്പ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്? പ്രോപ്പർ ഗ്രിപ്പ് ഗീവ്സ് പവർ ആൻഡ് കൺട്രോൾ ഓഫ് ദ ബാറ്റ്. ദെൻ നമുക്ക് ഗ്രൗണ്ടിന്റെ എല്ലാ സൈഡിലോട്ടും നമുക്ക് കളിക്കുന്നതിനായിട്ട് സാധിക്കുന്നത് ഈ പ്രോപ്പർ ഗ്രിപ്പ് കൊണ്ട് മാത്രമാണ്. വൈഡ് റേഞ്ച് ഓഫ് ഷോട്ട്സ്, ഗ്രൗണ്ടിലെ എല്ലാ സൈഡിലോട്ടും കളിക്കുന്നതിന് ഈ പ്രോപ്പർ ഗ്രിപ്പ് എസെൻഷ്യൽ ആണ്. ദെൻ അതിന്റെ ചില ടിപ്സ് ആണ് നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. അതിന്റെ ടിപ്സ് ആണ് പറയുന്നത്. ദെൻ ബോത്ത് ഹാൻഡ്സ് ക്ലോസ് ടുഗദർ ഇൻ ദ മിഡിൽ ഓഫ് ദ ഹാൻഡിൽ. രണ്ട് കൈയും ഹാൻഡിലിന്റെ നടുക്ക്, രണ്ട് കൈയും ചേർന്നിരിക്കുകയും വേണം. രണ്ടും ഹാൻഡിൽ നടുക്കാണ് പിടിക്കുന്നത്, രണ്ട് കൈയും ചേർന്നിരിക്കുകയും വേണം. ദെൻ വീസ്, നമ്മൾ വീസ് എന്ന് ഒരു സംഭവം എല്ലാവർക്കും എല്ലാവർക്കും ഐഡിയ വീസ് എന്താണെന്നത്. വീസ് ഫോം ബൈ തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ. തമ്പും ഇൻഡെക്സ് ഫിംഗറും കൊണ്ട് ഫോം ചെയ്യുന്ന വീസ്, അത് പോയിന്റ് ചെയ്യുന്നത് സ്പ്ലൈസിന്റെയും ഔട്ടർ എഡ്ജിന്റെയും നേരെ ഇടയിലോട്ടായിരിക്കണം. ദെൻ ബോട്ട് ഹാൻഡ് വീസ് ജസ്റ്റ് ഓഫ് ദ സ്പ്ലൈസ് നേരെയാണ്, ജസ്റ്റ് ഓഫ് ദ സ്പ്ലൈസ് ആവും. ദെൻ ടോപ്പ് ഹാൻഡ് സ്പ്ലൈസ് ജസ്റ്റ് ക്ലോസർ ടു ദ ഔട്ടർ എഡ്ജിന് നേരെ ക്ലോസ് ആയാലും കുഴപ്പമില്ല. അതാണ് പ്രോപ്പർ ഗ്രിപ്പ്. ദെൻ ടോപ്പ് ഹാൻഡ് ഗീവ്സ് കൺട്രോൾ. നമ്മുടെ ടോപ്പ് ഹാൻഡാണ് ബാലിന്റെ എല്ലാ കൺട്രോളിങ്ങും, നമ്മൾ ഗ്യാപ്പ് വിക്ക് ചെയ്ത് അടിക്കുന്നതിനും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ടോപ്പ് ഹാൻഡാണ്. ദെൻ ബോട്ടം ഹാൻഡ് ഗീവ്സ് പവർ. ബോട്ടം ഹാൻഡ് കൊണ്ടാണ് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ടുള്ള ആ ഒരു ഗുണം എന്ന് പറയുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ബാറ്റിന്റെ ഹാൻഡിൽ മിഡിലിൽ പിടിക്കാൻ തരുന്നത്? നമുക്ക് എന്തുകൊണ്ട് ബാറ്റിന്റെ ബോട്ടത്തിൽ പിടിക്കാൻ പറ്റുന്നില്ല? അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, ബാറ്റിനോട് ചേർന്ന്, അതായത് ബാറ്റിന്റെ ബ്ലേഡിനോട് ചേർന്ന് നമ്മൾ ബാറ്റിന്റെ ബോട്ടത്തിൽ നമ്മൾ പിടിച്ചാൽ നമുക്ക് കൂടുതൽ ബാറ്റിൽ കൺട്രോൾ കിട്ടും, ബട്ട് ലെസ് പവർ ആയിരിക്കും. ബാറ്റിൽ കൂടുതൽ നമുക്ക് കൺട്രോൾ കിട്ടും, പക്ഷെ ബാറ്റ് അടിക്കുന്ന ബോളിന്റെ ബാക്കിൽ നല്ലൊരു പവർ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഓപ്പോസിറ്റ്, ബാറ്റിന്റെ ടിപ്പില്, ഹാൻഡിലിന്റെ ടിപ്പിൽ പിടിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് കൺട്രോൾ കുറവായിരിക്കും, പക്ഷെ ബാലൻസ് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഇത് രണ്ടും വേണം, പവറും വേണം, കൺട്രോളും വേണം. അതിനാണ് നമ്മൾ ബാറ്റിന്റെ മിഡില് ഹോൾഡ് ചെയ്യുന്നത്. ഇതാണ് ബേസിക് ഗ്രിപ്പിനെ കുറിച്ച് പറയുന്ന കാര്യം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഔട്ട് ചെയ്ത്, നിങ്ങൾ ഹാൻഡ് ബുക്കോ എല്ലാം നിങ്ങൾ അതിനകത്തുനിന്ന് നോട്ട് ഔട്ട് ചെയ്യാം. ഈ പോയിന്റ്സുകൾ സ്ലൈഡിനകത്ത് കാണാം. ആ പോയിന്റ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ഔട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സൈഡിലോട്ട് പോവുകയാണ്. ഗാർഡ്. നെക്സ്റ്റ് നമ്മൾ ഗാർഡ് ആണ്. ഈ പിക്ചർ തന്നെയാണ് നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ഗാർഡ് എടുക്കുന്ന ഒരു പിക്ചർ ഉണ്ട്. അപ്പം എന്തിനാണ് ഗാർഡ് എടുക്കുന്നത്? വൈ ടേക്കിംഗ് ഗാർഡ്? ഓക്കെ, ടു നോ വേർ ദ സ്റ്റംപ്സ് ആർ ആൻഡ് പ്രൊട്ടക്ട്സ് ദം വൈൽ ബാറ്റിംഗ്. നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റംപ് എവിടാന്ന് നമ്മൾ അറിയണം, അല്ലെ? അതിനാണ് നമ്മൾ കറക്റ്റ് ഒരു ഗാർഡ് എടുക്കുന്നത്. അതിനെ എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ സ്റ്റമ്പിന്റെ ബോൾ വരുന്ന ടൈമിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യും, സ്റ്റമ്പിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതിനാണ് നമ്മൾ പ്രോപ്പർ ഗാർഡ് എന്ന് പറയുന്നത്. ഗാർഡിന്റെ മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷണം എന്നുള്ളതാണ്. നമ്മൾ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എന്തിനാ സംരക്ഷിക്കേണ്ടത്? നമ്മൾ സ്റ്റമ്പിനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. അപ്പൊ അതിനാണ് നമ്മൾ ഗാർഡ് എന്ന് പറയുന്നത്. ഈ ഗാർഡ് എത്ര ടൈപ്പ് ഗാർഡ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നു. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഞാൻ പറയാം. നമ്മൾ ജസ്റ്റ് നോർമൽ എല്ലാവരും എടുക്കുന്നു. there are 3 types of guard. leg stump, then in between middle and leg 2 leg എന്ന് പറയും, then middle stump. അങ്ങനെ 3 ഗാർഡാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പൊ ഇത് എന്തിനാ ഗാർഡ് എടുക്കുന്നതെന്നും നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, സ്റ്റാൻസ്. എന്തിനാണ് സ്റ്റാൻസ്? എങ്ങനെയാണ് ക്രീസിൽ നിൽക്കുന്നത്? ഓക്കെ, ഹൗ ടു സ്റ്റാൻഡ് ഓൺ ക്രീസ്, അതാണ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഒരു ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബെസ്റ്റ് പൊസിഷനിൽ, നമ്മൾ ഒരു ബോൾ അടിക്കുന്നതിന് വേണ്ടി ഒരു ബെസ്റ്റ് പൊസിഷനിൽ നമ്മൾ നിൽക്കണം.
അപ്പോൾ അതൊരു മിനിമൽ മൂവ്മെന്റ്, ഒരു മിനിമം മൂവ്മെന്റ്സിൽ നമ്മൾ നല്ലൊരു ഷോട്ട് അടിക്കാൻ നിൽക്കുന്നതിനാണ് നമ്മൾ ബെസ്റ്റ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഒരു ഷോട്ട് അടിക്കണം നമുക്ക്, അതിനുവേണ്ടി ഒരു ബെസ്റ്റ് പൊസിഷൻ, അതാണ് നമ്മൾ സ്റ്റാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്റ്റാൻസ് എങ്ങനെയാണെന്നാണ് അടുത്ത് പറയുന്നത്. ജസ്റ്റ് ഫീറ്റ് അപ്രോക്സിമേറ്റ്ലി ഷോൾഡർ വിഡ്ത്ത് ഗ്യാപ്പ്, വിഡ്ത്ത് അപ്പാർട്ട്. നമ്മുടെ കാൽ രണ്ടും ഷോൾഡർ വിഡ്ത്ത് ഗ്യാപ്പില് നിൽക്കണം. അത് ക്രീസിന്റെ പോപ്പിംഗ് ക്രീസിന്റെ രണ്ട് സൈഡിലും, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്, ബാക്ക് ഫുട്ട് ക്രീസിനകത്തും ഫ്രണ്ട് ഫുട്ട് ക്രീസിന് വെളിയിലുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നോർമൽ സ്റ്റാൻസിൽ. അത് ബാക്ക് ഫുട്ടും ഫ്രണ്ട് ഫുട്ടും സ്ട്രെയിറ്റ് ലൈൻ, അതായത് ടോസ് രണ്ടും ഈ പിക്ചറിൽ നമുക്ക് കാണാം, ഈ ടോസ് രണ്ടും സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഫീറ്റ് ഷോൾഡർ വിഡ്ത്ത് ഗ്യാപ്പിലാണ് നമ്മുടെ. ദെൻ നമ്മുടെ വെയിറ്റ്, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് രണ്ട് ലെഗിലും ഈക്വലി ബാലൻസ്ഡ് ആയിരിക്കും. ഈക്വലി വെയിറ്റ് കൊടുത്ത് വേണം നമ്മൾ നിൽക്കാനായിട്ട്. എവിടെ വെയിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓൺ ബോൾസ് ഓഫ് ദ ഫീറ്റ്. ഫീറ്റില് ബോൾസ് ഓഫ് ദ ഫീറ്റിലാണ് വെയിറ്റ് കൊടുക്കുന്നത്. എന്തിനാണ് ബോൾസ് ഓഫ് ദ ഫീറ്റ് വെയിറ്റ് കൊടുക്കുന്നത് വെച്ചാൽ ബെറ്റർ, നേരത്തെ പറഞ്ഞ ബെറ്റർ ബേസ്. നമ്മൾ ഹീലിൽ വെയിറ്റ് കൊടുത്താൽ നമുക്ക് എന്ത് പറ്റും, നമ്മൾ ബാക്കിലോട്ട് പോകും. ടോയിൽ വെയിറ്റ് കൊടുത്താൽ നമ്മൾ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ ബോൾസ് ഓഫ് ദ ഫീറ്റ്, ബെറ്റർ ബേസിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബോൾസ് ഓഫ് ദ ഫീറ്റിൽ വെയിറ്റ് കൊടുക്കണം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, നീസ് സ്ലൈറ്റ്ലി ഫ്ലെക്സ്. നീസ് സ്ലൈറ്റ് ആയിട്ട് ഫ്ലെക്സ് ചെയ്യണം ഫോർ ബെറ്റർ മൂവ്മെന്റ്. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടുള്ള ഈസി മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് നീസ് സ്ലൈറ്റ് ആയിട്ട് ഫ്ലെക്സ് ചെയ്യുന്നത്. ദെൻ ഹിപ്പ് ആൻഡ് ഷോൾഡർ ടുവേഴ്സ് ദ വിക്കറ്റ് ഓർ ബോളർ, ടുവേഴ്സ് ദ ബോളർ, അതായിരിക്കും ബെറ്റർ. ദെൻ ടോപ്പ് ആൻഡ് റെസ്റ്റ് ഓൺ ഫ്രണ്ട് ഫുട്ട് ഇന്നർ തൈ. ഫ്രണ്ട് ഫുട്ടിന്റെ ഇന്നർ തൈ മസിൽ ടോപ്പ് ആൻഡ് റെസ്റ്റ് ചെയ്യണം. ബാറ്റിന്റെ ടോ വന്നിട്ട് ബാക്ക് ഫുട്ട് ടോയുടെ ജസ്റ്റ് ബാക്കിൽ പ്ലേസ് ചെയ്യണം. ദെൻ ഹെഡ് സ്റ്റിൽ ആയിരിക്കണം, ഐസ് ലെവൽ ആയിരിക്കണം. ഇതാണ് ഒരു ബേസിക് സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ബാക്കിൽ നിന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫീറ്റ് അപ്രോക്സിമേറ്റ്ലി ഷോൾഡർ വിഡ്ത്ത് അപ്പാർട്ട് ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ക്രീസ്. വെയിറ്റ് ഷുഡ് ബി ഈവൻലി ബാലൻസ്. വെയിറ്റ് രണ്ട് ലെഗിലും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഓൺ ബോൾസ് ഓഫ് ദ ഫീറ്റ്. ബോൾസ് ഓഫ് ദ ഫീറ്റിലാണ് വെയിറ്റ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നീസ് സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ്. ഹിപ്പ് ആൻഡ് ഷോൾഡർ ഗോസ് ഡൗൺ ദ വിക്കറ്റ് ഓർ ടുവേർഡ്സ് ദ ബോളർ. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒരു നമ്മുടെ ഫ്രണ്ട് ഷോൾഡർ സ്ലൈറ്റ്ലി ഓപ്പൺ ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഒഴിവാക്കുന്നതിനാണ് ഫ്രണ്ട് ഷോൾഡർ സ്ലൈറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെഡ് സ്റ്റില്ലായിരിക്കണം, ഐസ് ലെവൽ ആയിരിക്കണം. ഈ പിക്ചറിൽ വിരാട് കോഹ്ലി ഒരു പിക്ചർ ഉണ്ട്. ഈ പിക്ചറിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം സ്റ്റാൻസ് എങ്ങനെയാണ് നിൽക്കുന്നത്. ഓരോ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഓരോ സ്ഥലത്തും ഓരോ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മളൊന്ന് നോക്കിയാൽ ക്ലിയർ ആയിട്ട് ബാറ്റിന്റെ പൊസിഷൻസ് നമുക്ക് മനസ്സിലാകും. ഓക്കെ, നെക്സ്റ്റ് ബാക്ക് ലിഫ്റ്റിലോട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മള് ഗ്രിപ്പ് കഴിഞ്ഞു, ഗൈഡ് കഴിഞ്ഞു, സ്റ്റാൻസ്. നെക്സ്റ്റ് വൺ ബാക്ക് ലിഫ്റ്റ്. എന്തിനാണ് ബാക്ക് ലിഫ്റ്റ് എടുക്കുന്നത്? ഇനിഷ്യൽ പ്രിപ്പറേഷൻ ടു പ്ലേ എ ബോൾ, ദാറ്റ്സ് എ ബാക്ക് ലിഫ്റ്റ്. ഒരു ബോളിനെ കളിക്കുന്നതിന് മുമ്പുള്ള ഒരു ഇനിഷ്യൽ പ്രിപ്പറേഷൻ ആണ് ബാക്ക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ ഒരു ബാക്ക് ലിഫ്റ്റ് എടുക്കും, അതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇനിഷ്യേറ്റ് ബാക്ക് ലിഫ്റ്റ് വിത്ത് ടോപ്പ് ഹാൻഡ്. നമ്മൾ ടോപ്പ് ഹാൻഡ് യൂസ് ചെയ്താണ് ബാക്ക് ലിഫ്റ്റ് എടുക്കുന്നത്. ആ സെയിം ടൈം ടോപ്പ് ഹാൻഡ് റിസ്റ്റ് കോക്ക് നാച്ചുറലി. നാച്ചുറൽ ആയിട്ട് നമ്മൾ ടോപ്പ് ഹാൻഡ് റിസ്റ്റ് കോക്ക് ചെയ്യും ആ ടൈമില്. ദെൻ ടോ ഓഫ് ദ ബാറ്റ് ബിറ്റ്വീൻ ഓഫ് സ്റ്റംപ് ആൻഡ് സെക്കൻഡ് സ്ലിപ്പ്. ബാറ്റിന്റെ ടോ വന്നിട്ട് ഓഫ് സ്റ്റംപിന്റെയും സെക്കൻഡ് സ്ലിപ്പിന്റെയും ഇടയിലോട്ട് പോയിന്റ് ചെയ്യിക്കും. ആ സെയിം ടൈമിൽ ബാറ്റിന്റെ ഫേസ് സ്ലൈറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മള് ഒരു ഇമ്പാക്ട്, നമ്മൾ ഡൗൺ സ്വിംഗ് ചെയ്ത് ബോളിനെ ഇമ്പാക്ട് ചെയ്യുന്ന ടൈമിന് ബാറ്റിന്റെ ഫുൾ ഫേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബാറ്റിന്റെ ഫേസ് സ്ലൈറ്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് ഒരു ബാക്ക് ലിഫ്റ്റ്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ അതിന്റെ പോയിന്റ്സ് ഒന്നുകൂടെ ഞാൻ റിമൈൻഡ് ചെയ്യാം. ഇനിഷ്യേറ്റ് ബാക്ക് ലിഫ്റ്റ് വിത്ത് ടോപ്പ് ആൻഡ് റിസ്റ്റ് കോക്ഡ്. ഓക്കെ, ദെൻ ടോ ഓഫ് ദ ബാറ്റ് പോയിന്റ് ബിറ്റ്വീൻ ഓഫ് സ്റ്റംപ് ആൻഡ് സെക്കൻഡ് സ്ലിപ്പ്. ഓക്കെ, ദെൻ ആ സെയിം ടൈമിൽ നമ്മുടെ ഹെഡ് സ്റ്റില്ലായിരിക്കണം, ഐസ് ലെവൽ ആയിരിക്കണം. Then top hand parallel to the
ഗ്രൗണ്ട് ആയിരിക്കണം. ടോപ്പ് ഹാൻഡ് പാരലായിരിക്കും, ഗ്രൗണ്ടിന്റെ പാരലായിട്ടും ഇരിക്കണം. ഈ പിക്ചറിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. അത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇതിനകത്ത് ചില കോമൺ എറേഴ്സ് സംഭവിക്കുന്നുണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മൾ ബാക്ക് ലെഫ്റ്റ് എടുക്കും, ബോഡിയുടെ എവേ പോകും. ആ ബോഡിയുടെ എവേ പോകാനുള്ള ഒരു കാരണം നമ്മൾ ചിലപ്പോൾ ബാറ്റിന്റെ വെയിറ്റ് കൊണ്ടായിരിക്കാം ബോഡിയുടെ എവേ പോകുന്നത്. ആ സെയിം ടൈമിൽ ബോഡി കംപ്ലീറ്റ് ഫ്രണ്ടിലോട്ട് നമ്മൾ നോർമലി പറഞ്ഞാൽ ഫ്രണ്ടിലോട്ട് നമ്മൾ വീണ് പോകും, അങ്ങനെ ബാറ്റ് എവേ എടുത്താൽ. അപ്പൊ അതൊരു നമ്മൾ കോമൺ എറർ ആണ്. അപ്പൊ നമ്മൾ മാക്സിമം ബാക്ക് ലിഫ്റ്റ് എടുക്കുന്ന സമയത്ത് ബോഡിയുടെ ക്ലോസ് ആയിട്ട് ബാക്ക് ലിഫ്റ്റ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ബാറ്റിന്റെ വെയിറ്റ് ആണ്, നേരത്തെ പറഞ്ഞ ബാറ്റിന്റെ വെയിറ്റ് ഒരു കാരണമാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ വെർട്ടിക്കൽ ഷോട്ട്സിലോട്ട് പോവുകയാണ്. നമ്മൾ ബേസിക്സ് ടെക്നിക്കിന്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ വെർട്ടിക്കൽ സ്ട്രോക്സിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് വൺ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ്. ഫസ്റ്റ് ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് നമ്മൾ ഏത് ബോളിൽ കളിക്കുന്നു നോക്കാം. ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് പ്ലേഡ് ഓൺ എ ഫുൾ ലെങ്ത് ബോൾ. ഓക്കെ, ഫുൾ ലെങ്ത് ബോൾ മീൻസ് ഓവർ പിച്ച് ബോളിലാണ് നമ്മൾ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് കളിക്കുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് ഏതൊക്കെ സൈഡിലോട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഓൺ ഡ്രൈവ് തൊട്ട് കവർ ഡ്രൈവ് വരെയാണ് നമുക്ക് ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ്സ് ഉള്ളത്. നമുക്ക് ഏർലി ഇന്നിങ്സിൽ നമ്മൾ എവിടെ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ്സ് നമ്മളെല്ലാവരും പറയും VC കളിക്കുന്ന പറയും അല്ലെ. മിഡ് ഓൺ റീജിയനിലാണ് നമ്മൾ ഏർലി ഇന്നിങ്സിൽ നമ്മൾ ഫ്രണ്ട് ഫുട്ട് ഡ്രൈവ് കളിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ കവറിലോട്ട് അതുപോലെ ബാക്കിയുള്ള ഏരിയയിലോട്ട് നമ്മൾ ഡ്രൈവ്സിനെ കൊണ്ടുപോകുന്നത്. ദെൻ ഫസ്റ്റ് ഇതിനൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് നമ്മൾ എന്താ മൂവ് ചെയ്യുന്ന ഫുട് വർക്ക് ആണ്. അപ്പം ഫ്രണ്ട് ഫുട്ട് നമ്മൾ ബോളിന്റെ ലൈനിന്റെ ജസ്റ്റ് ഇൻസൈഡിലോട്ട് മൂവ് ചെയ്യുക. ദെൻ വെയിറ്റ് കംപ്ലീറ്റ് ഫ്രണ്ട് ഫുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ദെൻ ബാക്ക് ഫുട്ട് റിമെയിൻ സൈഡ് ഓൺ. ഓക്കെ, ദെൻ ഇമ്പാക്ട് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ്. ദെൻ ഫോളോ ത്രൂ as long as possible in the direction of the shot. നമ്മൾ ഫോളോ ത്രൂ ഇമ്പാക്ടിന് ശേഷം ഫോളോ ത്രൂ നമ്മൾ ഇങ്ങോട്ട് ഒരു കവർ ഡ്രൈവ് ആണ്, കവറിലോട്ട് ബാറ്റിന്റെ ഫേസ് കംപ്ലീറ്റ് ഓപ്പൺ ചെയ്ത് ഇരിക്കണം. അപ്പോ ഫ്രണ്ട് ഫുട്ട് ചെയ്യുന്നതിന് ഫസ്റ്റ് ഞാൻ പറയും, ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഫുട്ട് ബോളിന്റെ ലൈനിന്റെ ഇൻസൈഡിലോട്ട് പ്ലേസ് ചെയ്യുക. ദെൻ വെയിറ്റ് ട്രാൻസ്ഫർ ടു front foot weight fully transfer to front foot. Back foot remains straight. Okay, then impact in front of your eyes. Follow through. നമ്മുടെ എങ്ങോട്ട് ഷോട്ട് അടിക്കും അങ്ങോട്ടായിരിക്കും നമ്മുടെ ഫോളോ ത്രൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ഫസ്റ്റ് വൺ, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളൊന്ന് പോയിന്റ് ചെയ്യേണ്ടത് നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ കറക്റ്റ് ആയിട്ട് ബോളിന്റെ ലൈനിലോട്ട് നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, ബോൾ ലൈനിലോട്ട് നമ്മൾ ലീഡ് ചെയ്യണം ഫ്രണ്ട് ഫുട്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് 5 minutes. ഓക്കെ, ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ എല്ലാവരും?
ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഫ്രണ്ട് ഫുട്ട് പ്ലേസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ബോളിന്റെ ലൈനിന്റെ ജസ്റ്റ് ഇൻസൈഡ് ആണ് ഫ്രണ്ട് ഫുട്ട് പ്ലേസ് ചെയ്യുന്നത്. സി കറക്റ്റ് ആയിട്ട് കാണാം. ദെൻ വെയിറ്റ് നമുക്ക് നോക്കുമ്പോൾ വെയിറ്റ് കംപ്ലീറ്റ് ഫ്രണ്ട് ഫുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ബാക്ക് ഫുട്ട് റിമെയിൻസ് സ്ട്രൈറ്റ്. ദെൻ ഡൗൺസിങ് ക്ലോസ് ടു ദ ബോഡി. ഓക്കെ, ദെൻ പ്രൊഡ്യൂസ് ഫുൾ ഫേസ് ഓഫ് ദ ബാറ്റ്. ദെൻ ഇമ്പാക്ട് നോക്കുക, ഇമ്പാക്ട് ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് eyes. Okay, then follow through. നോക്കുക, follow through as low നമ്മൾ ആ ബോളിൽ പോകുന്ന അതേ ലൈനിലോട്ട് തന്നെയാണ് ഫോളോ ത്രൂ ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആ ഫുട്ടിലൊന്ന് ശ്രദ്ധിക്കുക, ഫുട്ടിന്റെ പ്ലേസ്മെന്റ്. ഓക്കെ, വെയിറ്റ് കംപ്ലീറ്റ് ഫ്രണ്ട് ഫുട്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് ഫുട്ടിനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ് ആണ്. അപ്പം നെക്സ്റ്റ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ബോളിന്റെ ലെങ്ത് ആണ് നമ്മൾ വാച്ച് ചെയ്യുന്നത്. കേൾക്കാമല്ലോ ടീച്ചറെ? കേൾക്കാവോ? ഹലോ, കേൾക്കാം, നല്ലതായിട്ട് കേൾക്കാം. നല്ലതായിട്ട് പോകുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്തോ. ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. കണ്ടിന്യൂ ചെയ്തോ. നെക്സ്റ്റ് വെർട്ടിക്കൽ ഷോട്ട്സിൽ ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ് ആണ്. അപ്പൊ ഏത് ലെങ്തിൽ വരുന്ന ബോളിലാണ് നമ്മൾ ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ് കളിക്കുന്നത് എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്ലേ ടു എ ഗുഡ് ലെങ്ത് ബോൾ കമ്മിങ് ടു ദ സ്റ്റംപ്. ഒരു ഗുഡ് ലെങ്ത് ബോള് സ്റ്റംപിന് നേരെ വരുന്ന ബോളിലാണ് നമ്മൾ ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ് ചെയ്യുന്നത്. സ്റ്റംപിന് നേരെ അല്ലാത്ത ബോളിലാണ് നമുക്ക് ഡിഫൻസിന്റെ ആവശ്യമില്ല. ബോൾ നമ്മൾ ലീവ് ചെയ്താൽ മതി. സ്റ്റംപിന് നേരെ വരുന്ന ബോളാണ് നമ്മൾ ഡിഫൻസ് ചെയ്യുന്നത്. അത് വേറൊരു പ്രയോജനം കൂടി നമുക്ക് ആ ഡിഫൻസ് ചെയ്യുന്നതുകൊണ്ടുണ്ട്. അതായത് ഇറ്റ്സ് നെഗേറ്റ്സ് ദ അൺപ്രഡിക്റ്റബിൾ ബൗൺസ് ആൻഡ് ടേൺ ഓഫ് ദ ബോൾ. ബോളിന്റെ എക്സ്ട്രാ ഉള്ള ബൗൺസും അതുപോലെ ടേണും നമുക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ പോയി അതിനെ ഡിഫൻസ് ചെയ്യുന്ന കൂടെയാണ്. അതിന്റെ അഡ്വാൻറ്റേജും കൂടെ നമുക്ക് ഉണ്ട്. ദെൻ എങ്ങനെയാണ് ഒരു ഫ്രണ്ട് ഫുട്ട് ഡിഫൻസ് ചെയ്യുന്നത്, അതാണ് നെക്സ്റ്റ് നമ്മൾ ഒരു കീ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ലീഡ്, നമ്മൾ ആദ്യം പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ലീഡ് വിത്ത് ഹെഡ് ആൻഡ് ഷോൾഡർ. ബോളിലോട്ട് കറക്റ്റ് ആയിട്ട് ഹെഡും ഷോൾഡറും കറക്റ്റ് ആയിട്ട് ലീൻ ചെയ്യുക. ദെൻ ഫ്രണ്ട് ഫുട്ട് പ്ലേസ് ജസ്റ്റ് ഇൻസൈഡ് ദ ലൈൻ ഓഫ് ദ ബോൾ. ദെൻ ബോഡി വെയിറ്റ് ട്രാൻസ്ഫർ ടു ഫ്രണ്ട് ഫുട്ട്. നമ്മുടെ ബോഡി കംപ്ലീറ്റ് വെയിറ്റും ഫ്രണ്ട് ഫുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാൽ ഫ്രണ്ട് ഫുട്ട് നീ ഫ്ലെക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ഫ്രണ്ട് ഫുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ അത് നമ്മൾ ഹെഡിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നതിനും അത് ഹെൽപ്പ് ചെയ്യും. ദെൻ ബാക്ക് ഫുട്ട് റിമെയിൻസ് സ്ട്രൈറ്റ്. ദെൻ ഇമ്പാക്ട് ഫുൾ ഫേസ് ഓഫ് ദ ബാറ്റ്. ബാറ്റിൽ ഇമ്പാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ഫേസ് ഓഫ് ദ ബാറ്റ്, അത് നമ്മൾ അങ്ങനെ വേണം നമ്മൾ ബാറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ദെൻ
വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താ, ലെറ്റ് ദ ബോൾ കം ടുവേർഡ്സ് യു. നമ്മൾ ബോളിനെ അങ്ങോട്ട് പോയി പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബോൾ ഇങ്ങോട്ട് വന്ന് ബാറ്റിൽ കൊള്ളത്ത രീതിയിലായിരിക്കും നമ്മൾ ഡിഫൻസ് ചെയ്യുന്നത്. അങ്ങോട്ട് പോയി പുഷ് ചെയ്താൽ നമുക്കറിയാം ക്ലോസ് ഇൻ ഫീൽഡേഴ്സ് ഉണ്ട്, ഷോർട്ട് ലെഗ്, സ്ലിപ്പ് തുടങ്ങിയ ക്ലോസ് ഇൻ ഫീൽഡേഴ്സ് ഉണ്ട്, അവരിൽ ക്യാച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ നമുക്ക് ഇതിനകത്തൊരു ഫോട്ടോസ് ഉണ്ട്. രാഹുൽ ദ്രാവിഡ് ഡിഫൻസ് ചെയ്യുന്ന ഫോട്ടോ, നെക്സ്റ്റ് ബാറ്റ്സ്മാൻ ഡിഫൻസ് ചെയ്യുന്ന ഫോട്ടോ ഉണ്ട്. സൈഡ് വ്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പൊ ഒരു ഫിഗർ 9 ഡിഫൻസ് ചെയ്യുന്ന ഒരു ഫിഗർ 9 നമുക്ക് കാണാം. ഹാൻഡ്സും ബാറ്റും കൂടെ ഒരു ഫിഗർ 9 നമുക്ക് കാണാം. അതാണ് ബെറ്റർ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാം, അതിനുശേഷം ഒന്നുകൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വീഡിയോ കാണാലോ അല്ലെ? Okay, see the difference. Okay, first front foot movement ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ഹെഡ് ആൻഡ് ഷോൾഡർ ബോൾ ലൈനിലോട്ട് ലീൻ ചെയ്യുന്നു. Then front foot movement ശ്രദ്ധിക്കുക. Front foot ball line inside move ചെയ്തു. Then downswing close to the body. Impact just in front of the pad. That's a safe. Okay, then head നോക്കുക. ഹെഡ് സ്റ്റിൽ ആണ്, കണ്ണിന്റെ ഫ്രണ്ടിലാണ് ഡിഫൻസ് ചെയ്യുന്ന. കംപ്ലീറ്റ് ബോഡി വെയിറ്റ് നമ്മൾ ഫ്രണ്ട് ഫുട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ദെൻ വി ക്യാൻ സി എ ഫിഗർ 9. ക്ലിയർ ആയിട്ട് നോക്കുക. ഒരു ഫിഗർ 9 നമുക്കിവിടെ കാണാനായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ദെൻ ബോൾ പിച്ച് ചെയ്യുന്ന അവിടെ ശ്രദ്ധിക്കുക. ഫ്രണ്ട് ഫുട്ടോടെ നിയറിലായിട്ടാണ് ബോൾ പിച്ച് ചെയ്യുന്നത്. ഇറ്റ്സ് ദ പ്രോപ്പർ ഡിഫൻസ്. ഓക്കെ, ബെറ്റർ ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മൾ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൻസ് ചെയ്യുമ്പോൾ വലിയ സ്ട്രൈഡ്, നോർമൽ സ്ട്രൈഡിനേക്കാൾ കുറച്ചുകൂടെ ബിഗർ സ്ട്രൈഡ് ആണ്, നമുക്ക് ബാലൻസ് കിട്ടത്തില്ല. നമ്മൾ ഫ്രണ്ട് ഫുട്ട് വൊബിൾ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ റീച്ചിൽ പറ്റാവുന്ന ബോളിന്റെ ലെങ്തോട് ക്ലോസ് ആയിട്ട് പോയി ഡിഫൻസ് ചെയ്യുക. പറ്റാത്ത ബോളാണെങ്കിൽ നമുക്ക് അതിന്റെ അത്ര ചെല്ലാൻ പറ്റില്ല. ബിഗർ സ്ട്രൈഡ് വെച്ചാൽ നമുക്ക് ബാലൻസ് കിട്ടില്ല, അതിന് ബാറ്റ് ഫ്രണ്ടിൽ പോകും, അത് ക്യാച്ചസിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഡിഫൻസ് ചെയ്യാണ്ട് നമ്മൾ ട്രൈ ചെയ്യുക. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് വൺ, okay, next one, moving out drive. Okay, മൂവിങ് ഔട്ട് ഡ്രൈവ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്സ്, ഏത് ബോളിലാണ് നമ്മൾ മൂവിങ് ഔട്ട് ഡ്രൈവ് ചെയ്യുന്നത്? നമുക്കറിയാം മെയിൻ ആയിട്ട് നമ്മൾ സ്ലോ ബോളിങ്ങിലാണ് മൂവിങ് ഔട്ട് ഡ്രൈവ് ചെയ്യുന്നത്. മെയിൻലി അത് ഓഫ് സ്പിന്നേഴ്സിനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ലെഗ് സ്പിന്നേഴ്സിനായിട്ടായിരിക്കും. ഓക്കെ, അത് സ്ലോ ബോളിങ്ങിലാണ് നമ്മൾ മൂവിങ് ഔട്ട് ഡ്രൈവ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ സൈഡ് ഓൺ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ബോഡിയുടെ പൊസിഷൻ സൈഡ് ഓൺ മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ദ സൈഡ് ഓൺ പൊസിഷൻ. ഓക്കെ, ഫ്രണ്ട് ഫുട്ട് മൂവ്
quickly towards the line of the ball. നമ്മളെ front foot രണ്ട് മെത്തേഡിൽ നമുക്ക് ബോൾ ലൈനിലോട്ട് അല്ല ബോൾ ലെങ്തിലോട്ട് മൂവ് ചെയ്യാം. ഒന്ന് ക്രോസ് ഓവർ സ്റ്റെപ്പിലും അതുപോലെ തന്നെ ഷഫിൾ സ്റ്റെപ്പ് യൂസ് ചെയ്തും ബോളിന്റെ ലെങ്തിലോട്ട് നമുക്ക് ചെല്ലാം. ഫസ്റ്റ് ക്രോസ് ഓവർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാക്ക് ഫുട്ട് ബിഹൈൻഡ് ദ ഫ്രണ്ട് ഫുട്ട്, ആ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഷഫിൾ സ്റ്റെപ്പ് 2 feet മീറ്റ് ഇൻ ദ സെയിം പ്ലെയിൻ, 2 feet ഒരേ പ്ലെയിനിൽ മൂവ് ചെയ്ത് ചെല്ലാം. അല്ലെങ്കിൽ ക്രോസ് ഓവർ ബിഹൈൻഡ് ദ ഫ്രണ്ട് ഫുട്ട്, ആ മെത്തേഡിൽ നമുക്ക് ബോളിന്റെ ലെങ്തിലോട്ട് നമുക്ക് ചെല്ലാനായിട്ട് പറ്റും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ സൈഡ് ഓൺ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മൂവ് മേക്ക് 2 quick ലോങ് സ്ട്രൈഡ് ടുവേർഡ്സ് ദ ഡെലിവറി. ഏറ്റവും വലിയ 2 സ്റ്റെപ്പിൽ നമുക്ക് ബോൾ ലെങ്തിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റണം. അതുപോലെ തന്നെ ഹെഡ് സ്റ്റഡി ആയിരിക്കണം, ഐസ് ലെവൽ ആയിരിക്കണം ത്രൂ ഔട്ട്. നമ്മൾ ഈ മൂവ്മെന്റ്സിലെല്ലാം ഹെഡ് സ്റ്റഡി ആയിരിക്കണം, ഐസ് ലെവലും ആയിരിക്കണം. ചിലർ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഗ് അപ്രൈറ്റ് ആവും, ബോഡി പൊങ്ങുകയും താഴുകയും ചെയ്യും. ആ ഒരു പൊസിഷൻ വരാൻ പാടില്ല. ഹെഡ് നമ്മൾ ഫീറ്റ് മൂവ് ചെയ്യുമ്പോൾ ഗ്രൗണ്ടിലോട്ട് ചേർന്ന് തന്നെ മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ഹെഡ് ലെവലായിട്ട് നമുക്ക് നിർത്താനായിട്ട് പറ്റുന്നത്. ദെൻ നമുക്ക് ഫ്രണ്ടിൽ ചെന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഡിഫെൻസ് ചെയ്യുകയും വേണം. ജസ്റ്റ് ഞാൻ വീഡിയോ ഒന്ന് കാണിക്കാം, അതിനുശേഷം നിങ്ങൾക്ക് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോറി, ആ സ്കില്ല് ഇതിനകത്ത് പ്ലേ ചെയ്യുന്നില്ല. അപ്പൊ ഓക്കെ, നമുക്ക് ബാക്ക് ഫുട്ടിലോട്ട് സ്ട്രോക്കിലോട്ട് പോവാം. ഓക്കെ, ബാക്ക് ഫുട്ട് ഡ്രൈവ്. നമ്മൾ ഏത് ബോളിലാണ് നമ്മൾ ബാക്ക് ഫുട്ട് ഡ്രൈവ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം. Play to a short delivery on the stumps or just outside the off stump and bouncing in between knee and base side. നമ്മൾ ഒരു ഷോർട്ട് പിച്ച് ഡെലിവറി ഒരു പിച്ചിങ് ഷോർട്ട് എന്ന് പറയും, ഷോർട്ട് ഓഫ് എ ലെങ്ത് അല്ലെ ഷോർട്ട് എന്ന് പറയും. ആ ഷോർട്ട് ഡെലിവറിയിൽ നമ്മുടെ വേസ്റ്റിന്റെയും അതുപോലെ നീയുടെയും ഇടയിൽ വരുന്ന ബോളിനെയാണ് നമുക്ക് ബാക്ക് ഫുട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ബാക്ക് ഫുട്ട് ഡ്രൈവിൽ നമുക്ക് എന്തൊക്കെ ഏരിയാസ് ശ്രദ്ധിക്കണം എന്നാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റെബിലൈസ് ദ ബാക്ക് ഫുട്ട്. സ്റ്റെബിലൈസ് ദ ബാക്ക് ഫുട്ട്, ബാക്ക് ഫുട്ട് അപ്രോപ്രിയേറ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെബിലൈസ് ദ ബാക്ക് ഫുട്ട് എന്ന് പറയുന്നത്. ദെൻ ബാക്ക് ഫുട്ട് മൂവ് ബാക്ക് ആൻഡ് അക്രോസ് ദ ഓഫ് ടം. ഓക്കെ, ദെൻ കീപ് ആംസ് ക്ലോസ് ടു ദ ബോഡി. ഡൗൺസിങ് ടൈമിലെ കാര്യമാണ് പറഞ്ഞത്. കീപ് ആംസ് close to the body, then head steady, eyes level, then front elbow high at a point of contact. നമ്മൾ ഫ്രണ്ട് എൽബോ നമ്മൾ ബോൾ ഇമ്പാക്ട് ചെയ്യുന്ന ടൈമിൽ ഫ്രണ്ട് എൽബോ ഹൈ ആയിരിക്കണം. ഓക്കെ, ഞാൻ അതിന്റെ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാം, അതിനുശേഷം ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം.
See, first short of filling the ball ആണ് നമ്മൾ ബാക്ക് ഫുട്ടിന്റെ മൂവ്മെന്റ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ബാക്ക് ഫുട്ട് ബാക്കിലോട്ട് മൂവ് ചെയ്തു, വെയിറ്റ് കംപ്ലീറ്റ് ബാക്ക് ഫുട്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹൈ ബാക്ക് ലിഫ്റ്റ്, ദെൻ വേസ്റ്റിലാണ് ബോൾ വരുന്നത്, ബൗൺസിങ് ക്ലോസ് ടു ദ ബോഡി, ഇമ്പാക്ട് ഫുൾ ഫേസ് ഓഫ് ദ ബാറ്റ്, ദെൻ കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രണ്ട് ഫുട്ട് അൺവെയിറ്റ് ചെയ്ത ഫ്രണ്ട് ഫുട്ട് ക്ലോസ് ടു ദ ബാക്ക് ഫുട്ടിലോട്ട് കൊണ്ടുവന്നിരിക്കുക. എന്തിനാന്ന് വെച്ചാൽ ബോഡി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ്. അറ്റ് സെയിം ടൈം നമുക്ക് ടോപ്പ് ഹാൻഡ് നോക്കിയാൽ ടോപ്പ് ഹാൻഡ് എൽബോ ഹൈ ആയിരിക്കും. ഹെഡിന്റെ പൊസിഷൻ നോക്കുക, സ്റ്റില്ലാണ്, ഐസ് ലെവലും ആണ്. ഇതാണ് ഒരു ബാക്ക് ഫുട്ട് ഡ്രൈവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് നമ്മൾ ബാക്ക് ഫുട്ട് ഡിഫൻസിലോട്ടാണ് പോകുന്നത്. Okay, back foot defense. Play to a short delivery. ഷോർട്ട് ഡെലിവറി ആണ് ബാക്ക് ഫുട്ട് ഡിഫൻസ് കളിക്കുന്നത്. അത് വരുന്നത് ഇൻ ബിറ്റ്വീൻ ബോൾ ഹൈറ്റ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ നീ ആൻഡ് ചെസ്റ്റ് ഹൈറ്റ്. നീക്കും ചെസ്റ്റ് ഹൈറ്റിലും ഇടയിൽ വരുന്ന ബോളിൽ നമുക്ക് ബാക്ക് ഫുട്ട് ഡിഫൻസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ബാക്ക് ഫുട്ട് മൂവ് ബാക്ക് ആൻഡ് അക്രോസ് ദ ഓഫ് ടം. ഈ മൂവ് ബാക്ക് ആൻഡ് അക്രോസ് ദ ഓഫ് ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അല്ലെ? ഓഫ് ടംപിന്റെ അക്രോസ് ആയിട്ടായിരിക്കണം ബാക്ക് ഫുട്ട് പ്ലേസ് ചെയ്യേണ്ടത്. Then parallel to the bowling crease ആയിരിക്കും. Then toe slightly closed ആയിരിക്കും. നിങ്ങൾ ഈ പിക്ചറിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബാക്ക് ഫുട്ട് ഓഫ് ടംപിന് അക്രോസ് ഇറക്കി ബാക്കിലോട്ട് ഇറക്കുക, ഓഫ് ടംപിന് അക്രോസ് ആയിട്ട് വെക്കുക. ദെൻ ബോള് ഇമ്പാക്ട് ചെയ്യേണ്ടത് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ്, ബോഡി ലൈനിന്റെ അകത്ത് വെച്ച് തന്നെ ആയിരിക്കണം ആ ബോളും ബാറ്റുള്ള ഇമ്പാക്ട്. ദെൻ ഹെഡ് സ്റ്റഡി ആയിരിക്കണം, ഐസ് ലെവൽ ആയിരിക്കണം, ടോപ്പ് ആൻഡ് എൽബോ ഹൈ ആയിരിക്കണം. ദെൻ ഏറ്റവും ഇമ്പോർട്ടന്റ് വേറെ പോയിന്റ് ടോപ്പ് ഹാൻഡ് ഗ്രിപ്പ് ഫേം ആയിരിക്കണം, ബോട്ട് ഹാൻഡ് റിലാക്സ്ഡ് ആയിരിക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിന്റെ വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഷോർട്ട് ഡെലിവറിയിലാണ് കളിക്കുന്നത്. ദെൻ ഫുട്ടിന്റെ മൂവ്മെന്റ് വാച്ച് ചെയ്യുക. ബാക്ക് ഫുട്ട് മൂവ് ബാക്ക് ആൻഡ് അക്രോസ് ദ ഓഫ് ടം. ഓക്കെ, ഡൗൺ സ്വിംഗ് ക്ലോസ് ടു ദ ബോഡി, ഇമ്പാക്ട് ഫുൾ ഫേസ് ഓഫ് ദ ബാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഐസ്, ടോപ്പ് ആൻഡ് എൽബോ ഹൈ, ടോപ്പ് ആൻഡ് ഗ്രിപ്പ് ഫേം, ബോട്ട് ആൻഡ് relaxed. Front unweighted front foot tracks behave close to the back foot. ശ്രദ്ധിക്കുക, അൺവെയിറ്റ് ചെയ്ത ഫ്രണ്ട് ഫുട്ട് നമ്മുടെ ബാക്ക് ഫുട്ടിനോട് ക്ലോസ് ആയിട്ട് കൊണ്ടുപോകുന്നു, ബോഡി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്റ്റേബിൾ ബേസ് ആണ്. ടോപ്പ് ആൻഡ് എൽബോ ഹൈ, ടോപ്പ് ആൻഡ് ഗ്രിപ്പ് ഫേം, ബോട്ട് ആൻഡ് റിലാക്സ്. ഓക്കെ,
നെക്സ്റ്റ് നമ്മള് ഹൊറിസോണ്ടൽ ഷോട്ട്സിലോട്ടാണ് പോകുന്നത്. വെർട്ടിക്കൽ ഷോട്ട്സ് ഫിനിഷ് ചെയ്തു, ഹൊറിസോണ്ടൽ ഷോട്ട്സിലോട്ടാണ് പോകുന്നത്. അരുണേ, എന്തോ പറഞ്ഞു? ഹൊറിസോണ്ടൽ ഷോട്ട്സിന്റെ പ്രസന്റേഷൻസ് എല്ലാം ഒരുമിച്ച് കാണിച്ചോ, സ്ലൈഡ് എന്നിട്ട് അവസാനം എല്ലാം ഒരുമിച്ച് കാണിക്കാം. ഓ ശരി ശരി ശരി. ഓക്കെ, ഓക്കെ കുറച്ചും കൂടെ ടൈം നമുക്ക് സേവ് ചെയ്യാം. ഓ ശരി ശരി. ഓക്കെ, താങ്ക് യു. ഹൊറിസോണ്ടൽ ഷോട്ട്സിൽ ഫസ്റ്റ് ഫ്രണ്ട് ഫുട്ട് കളിക്കുന്ന ഷോട്ടാണ് സ്വീപ്പ്. സ്വീപ്പ് ഫസ്റ്റ് ഏത് ബോളിലാണ് കളിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കുന്നത്. പ്ലേ ടു എ ബോൾ ഓഫ് ഗുഡ് ലെങ്ത് ദാറ്റ് ഈസ് പിച്ച്ഡ് ഓൺ എ ലൈൻ ഫ്രം മിഡിൽ ടു ഔട്ട്സൈഡ് ലെഗ് സ്റ്റംപ്. നമ്മുടെ സ്റ്റംപ് ലൈനിൽ, അതായത് മിഡിൽ സ്റ്റംപിന്റെ ലെഗ് സ്റ്റംപിന്റെ ആ ലൈനിൽ വരുന്ന ബോൾ ആണ് നമ്മൾ സ്വീപ്പ് ചെയ്യുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഗുഡ് ലെങ്ത് ബോളാണ്. ഓക്കെ, ആ ഒരു ബോളിലാണ് നമ്മൾ ഫ്രണ്ട് ഫുട്ടിൽ സ്വീപ്പ് കളിക്കുന്നത്. ഓക്കെ, ദിസ് ഷോട്ട്സ് മോസ്റ്റ് സേഫ്ലി ആൻഡ് എഫക്റ്റീവ്ലി ടു ഓഫ് സ്പിൻ ബോളിംഗ്. ഓഫ് സ്പിൻ ബോളിലാണ് നമ്മൾ സേഫ് ആയിട്ട് കളിക്കുന്നതിന് കൊണ്ടാണ് ഈ സ്വീപ്പ് ഷോട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ടെക്നിക്ക് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഫുട്ട് പ്ലേസ്ഡ് ഇൻ ലൈൻ വിത്ത് ദ ബോൾ. ബോളിന്റെ ലൈനിലോട്ടാണ് ഫ്രണ്ട് ഫുട്ട് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബാറ്റ് കമ്മിങ് ഫ്രം ഹൈ ടു ലോ. ബാറ്റ് നല്ല ഹൈറ്റിൽ നിന്ന് ലോയിലോട്ടാണ് ബാറ്റ് വരേണ്ടത്. ദെൻ ഫുൾ ആം എക്സ്റ്റെൻഡ് ചെയ്താണ് ബോള് അടിക്കുന്നത്. ആ ഇമ്പാക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സെയിം ഇമ്പാക്ട് ചെയ്യുന്ന ടൈമിൽ ആ റിസ്റ്റ് റോൾ ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എക്സ്റ്റെൻഡ് ആംസ് കൊണ്ട് ബോള് ഹിറ്റ് ചെയ്യുക. ദെൻ ആ ടൈം ഇമ്പാക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ റിസ്റ്റ് രണ്ട് റിസ്റ്റും കറക്റ്റ് ആയിട്ട് റോൾ ചെയ്യുക. ദെൻ വെയിറ്റ് ഷുഡ് ബി ഫോർവേഡ്, കംപ്ലീറ്റ് ബോഡി വെയിറ്റും ഫോർവേഡ് ആയിരിക്കണം. ദെൻ ഹാർട്ട് സ്റ്റിൽ ആയിരിക്കണം, ഐസ് ലെവൽ ആയിരിക്കണം. ഇതാണ് സ്വീപ്പ് ഷോട്ടിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ചേഞ്ച് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഒരു വ്യത്യാസം ബാക്കിയുള്ള ഷോട്ടിൽ വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞാല് ഫ്രണ്ട് ഫുട്ട് ബോളിന്റെ ലൈനിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഒരു ഓഫ് സ്പിൻ ബോൾ നമ്മൾ കളിക്കുമെന്ന് വയ്ക്കുക, മിഡിൽ സ്റ്റംപിൽ അല്ലെ ലെഗ് സ്റ്റംപിൽ പിച്ച് ചെയ്യുന്ന ഓഫ് സ്പിൻ ബോൾ നമ്മൾ കളിക്കുമ്പോൾ അത് മിസ് ചെയ്താലും LBW ചാൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ബോളിന്റെ ലൈനിൽ തന്നെ നമ്മൾ ഫ്രണ്ട് ഫുട്ട് പ്ലേസ് ചെയ്യുന്നത്. പ്ലേസ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഹൈ ബാക്ക് ലിഫ്റ്റ് ആയിരിക്കും ആ ടൈമില് ബാറ്റ് വരുന്നത്. ഹൈ ടു ലോ, ഹൈറ്റിൽ നിന്ന് ലോയിലോട്ടായിരിക്കും ബാറ്റ് വരുന്നത്. ദെൻ എക്സ്റ്റെൻഡഡ് ആംസ് നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഷോട്ട് കളിക്കാം. ആ സെയിം ടൈം ഓഫ് ഇമ്പാക്ട് ടു റിസ്റ്റ് ആർ റോൾഡ്. നല്ല റിസ്റ്റ് രണ്ട് നന്നായിട്ട് റോൾ ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ ബോൾ നമുക്ക് എലോങ് ദ ഗ്രൗണ്ട് ആണ് കളിക്കേണ്ടത് എന്ന് വെച്ചാലാണ് റിസ്റ്റ് റോൾ ചെയ്യേണ്ടത്. ബോൾ നമുക്ക് ഗ്രൗണ്ടിലോടെ ഉരുട്ടിയാണ് കളിക്കേണ്ടത്, അതിനാണ് റിസ്റ്റ് റോൾ ചെയ്യുന്നത്. ആ സെയിം ടൈമിൽ ബോഡി വെയിറ്റ് ഫുൾ ബോഡി വെയിറ്റും ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ദെൻ ഹെഡ് സ്റ്റില്ലായിരിക്കണം, ഐസ് ലെവൽ ആയിരിക്കണം. ഇത് എങ്ങോട്ടാണ് കളിക്കുന്നത് വെച്ചാൽ സ്ക്വയറിന് ബാക്കിലോട്ടാണ് സേഫ് ആയിട്ട് കളിക്കാനാണ് സ്വീപ്പ് ഷോട്ട് കൊണ്ട് നമുക്ക് സാധ്യമാവുന്നത്. ബിഹൈൻഡ് ദ സ്ക്വയർ അതായിരിക്കും സേഫ്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്ക്വയർ കട്ട് ഷോട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. കട്ട് ഷോട്ട് സെയിം ബോളിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് പ്ലേ ടു എ ഷോർട്ട് ഡെലിവറി. ലെങ്ത് എന്ന് പറയുന്നത് ഷോർട്ട് പിച്ച്ഡ് ബോളിലായിരിക്കും നമ്മൾ കളിക്കുന്നത്. ദെൻ ലൈൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റംപ്. ഓഫ് സ്റ്റംപിന് ഒത്തിരി വെളിയിൽ വരുന്ന ബോളിനാണ് നമ്മൾ കട്ട് ഷോട്ട് കളിക്കുന്നത്. ദെൻ ഇതിന് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ബാക്ക് ഫുട്ട് മൂവ് അക്രോസ് ദ ഓഫ് സ്റ്റംപ്. ബാക്കിലോട്ടല്ല, അക്രോസ് ദ ഓഫ് സ്റ്റംപിലാണ് ബാക്ക് ഫുട്ട് കൊണ്ടുവരുന്നത്. അതായത് ബോളിന്റെ ലൈനിലോട്ട് ക്ലോസ് ആയിട്ടാണ് ബാക്ക് ഫുട്ട് പ്ലേസ് ചെയ്യേണ്ടത്. ദെൻ ഹാൻഡ്സ് ആർ ഹൈ ആൻഡ് കെപ്റ്റ് ക്ലോസ് ടു ദ ബോഡി. ഹാൻഡ്സ് രണ്ടും നല്ല വൈൻഡ് ചെയ്യാന്ന് പറയും, മേളിലോട്ട് നന്നായിട്ട് വൈൻഡ് ചെയ്ത് പിടിക്കുക, ബോഡി ക്ലോസ് ആയിട്ട് പിടിക്കുക. ദെൻ അതിനുശേഷം ബോൾ നമ്മുടെ ബോളിന്റെ കണ്ണിന്റെ ഫ്രണ്ടിൽ, ബോഡി ലൈനിന് ഫ്രണ്ടിൽ വന്നാൽ നമ്മൾ റിസ്റ്റ് രണ്ട് നല്ല ആംസ് നന്നായിട്ട് അല്ലെ നമ്മൾ ഷോൾഡർ നന്നായിട്ട് ടേൺ ചെയ്യുക. നന്നായിട്ട് ഹൈറ്റിൽ നിന്ന് ലോയിലോട്ട് ബാറ്റ് കൊണ്ടുവരിക. ബാറ്റിന്റെ
നേരെ മേളിലല്ല അടിക്കുന്നത്, ബാറ്റിന്റെ ബിസൈഡിലും അല്ല അടിക്കുന്നത്, ആ ഇൻ ബിറ്റ്വീൻ ബിസൈഡ് ആൻഡ് ടോപ്പ്, അത് ആ പോയിന്റിലാണ് നമ്മൾ ബോളിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ആ സെയിം ടൈമിൽ റിസ്റ്റ് നന്നായിട്ട് റോൾ ചെയ്യുക. അതാണ്, അങ്ങനെയാണെങ്കിൽ റിസ്റ്റ് നന്നായിട്ട് റോൾ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൗണ്ടിലോട്ട് ബോൾ ഹിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ആംസ് ഫുള്ള് എക്സ്റ്റൻഡ് ആയിരിക്കണം, അത് സേഫ് ആയിട്ട് നമുക്ക് കളിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ബാക്ക് ഫുട്ട് അക്രോസ് ദ ഓഫ് സ്റ്റംപ്, ദെൻ ഹാൻഡ്സ് നന്നായിട്ട് വൈൻഡ് ചെയ്യുക. വൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാൻഡ്സ് നന്നായിട്ട് മേളിലോട്ട് നന്നായിട്ട് ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അത് ക്ലോസ് ടു ദ ബോഡി ആയിരിക്കണം. അതിനുശേഷം ബോൾ നമ്മൾ ലൈനിൽ വന്നാൽ, ബോഡി ലൈനിൽ വരുമ്പോൾ നമ്മൾ ഈ ഷോൾഡർ നന്നായിട്ട് നമ്മൾ ടേൺ ചെയ്യുക. ബാറ്റിന്റെ പൊസിഷൻ ഹൈ ടു ലോ ആയിരിക്കണം, എക്സ്റ്റൻഡ് ആംസ് ആയിരിക്കണം നമ്മൾ ബോൾ ഹിറ്റ് ചെയ്യുന്ന ടൈമിൽ. സെയിം ടൈമില് നമ്മൾ റിസ്റ്റ് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ ബോൾ എല്ലാം ഗ്രൗണ്ടിലോട്ട് ഉരുണ്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ ഇതാണ് സ്ക്വയർ കട്ടിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഫുൾ ഷോട്ട്. ഫുൾ ഷോട്ട് എങ്ങനെ കളിക്കുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഏത് ബോളിലാണ് നമ്മൾ ഫുൾ ഷോട്ട് കളിക്കുന്നത്? ദെൻ ഫുൾ ഷോട്ട് പ്ലേഡ് ടു എ ഫുൾ ടോസ് ഓർ ഷോർട്ട് ഡെലിവറി പിച്ച് ഓൺ ഓർ അറൌണ്ട് ദ ലെഗ് സ്റ്റംപ് ആൻഡ് റീച്ചിങ് ദ ബാറ്റ്സ്മാൻ ബിറ്റ്വീൻ നീ ആൻഡ് ചെസ്റ്റ് ഹൈറ്റ്. ഒരു ഫുൾ ടോസ് ബോൾ നമ്മൾ ചെസ്റ്റ് ലെവൽ, നമ്മുടെ ഒരു വേസ്റ്റ് ലെവലില് വരുന്ന ഒരു ഫുൾ ടോസ്, അല്ലെങ്കിൽ വേസ്റ്റിനും നമ്മുടെ ഷോൾഡറിനും ഇടയിൽ വരുന്ന ഒരു ഷോർട്ട് പിച്ച് ഡെലിവറിയിലാണ് നമ്മൾ എന്താണ് ഫുൾ ഷോട്ട് കളിക്കുന്നത്. ആ കളിക്കുന്ന ടൈമിൽ ഇനി വരുന്ന ടെക്നിക്കുകളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ദെൻ ബാക്ക് ഫുട്ട് മൂവ് ബാക്ക് ഫുട്ട് ബാക്കിലോട്ട് ഇറക്കുക. ദെൻ ഫീറ്റ് പോയിന്റ് സ്ട്രേറ്റ് ഡൗൺ ദ വിക്കറ്റ്. ആ ബാക്ക് ഫുട്ടിലോട്ട് എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ടോ വിക്കറ്റിൽ നേരെ പോയിന്റ് ചെയ്തിരിക്കണം. ദെൻ നമ്മൾ നവഡേയ്സ് ഇപ്പൊ നമ്മള് ഫ്രണ്ട് ഫുട്ടിലും ഫുൾ ഷോട്ട് കളിക്കുന്നുണ്ട്. അപ്പം ടോസിന്റെ പൊസിഷൻ ആണ് ഇമ്പോർട്ടന്റ്. ടോസ് രണ്ടും ഗ്രൗണ്ടിലോട്ട് നേരെ പോയിന്റ് ചെയ്തിരിക്കണം. ദെൻ നമ്മൾ അടിക്കുമ്പോൾ ഹൈ ടു ലോ, നേരത്തെ പറഞ്ഞ പോലെ ഹൈ ടു ലോ തന്നെയാണ് ബാറ്റ് വരുന്നത്. അടിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ അതേ ലൈനിൽ നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ അടിക്കാനായിട്ട് ട്രൈ ചെയ്യണം. എക്സ്റ്റൻഡഡ് ആംസ്, കൈ നന്നായിട്ട് നിവർത്തിയാണ് അടിക്കേണ്ടത്. അടിക്കുന്ന ടൈം നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസ്റ്റ് നന്നായിട്ട് റോൾ ചെയ്യണം. എന്തിനാ റോൾ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബോള് ഗ്രൗണ്ടിലോട്ട് ഉരുണ്ടു പോകുന്നതിനാണ് റിസ്റ്റ് നന്നായിട്ട് റോൾ ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് ബോള് ഹിറ്റ് ചെയ്യുക. അത് ബോളിന്റെ ടോപ്പിൽ അടിക്കുക, റിസ്റ്റ് ആംസ് നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ആ സെയിം ടൈമിൽ റിസ്റ്റ് നന്നായിട്ട് റോൾ ചെയ്യുക. അപ്പൊ ഇതാണ് ഫുൾ ഷോട്ട്. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ഷോട്ട്സ് ഏകദേശം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ബാക്ക് ടു വീഡിയോസിൽ. നമ്മൾ ഹൊറിസോണ്ടൽ ഷോട്ട്സിന്റെ വീഡിയോസ് നമ്മൾ കണ്ടില്ല. അപ്പം വീഡിയോസും കൂടെ കണ്ട് പറഞ്ഞതിന് ശേഷം നമുക്ക് ഫിനിഷ് ചെയ്യാം. സ്വീപ്പാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. ഹൊറിസോണ്ടൽ ഷോട്ട്സിൽ ഫസ്റ്റ് സ്വീപ്പാണ് നമ്മൾ പറയുന്നത്. വാച്ച് ചെയ്യുക, ലെഗിന്റെ മൂവ്മെന്റ്സ് വാച്ച് ചെയ്യുക. നമ്മളൊരു ലെഗ് സ്റ്റംപ് അല്ലെ മിഡിൽ സ്റ്റംപ് ലൈനിൽ വരുന്ന ബോളാണ്. ഫസ്റ്റ് അൺവെയിറ്റ് ചെയ്ത ഫ്രണ്ട് ഫുട്ട് ബോളിന്റെ ലൈനിലോട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഹാൻഡിന്റെ പൊസിഷൻ നോക്കുക. നല്ല ഹൈറ്റ് ടു ലോ വരത്തക്ക രീതിയിലാണ് ബാറ്റ് നന്നായിട്ട് ഹൈറ്റിലാണ് പിടിച്ചിരിക്കുന്നത്. ബാറ്റ് ഹൈ ടു ലോ ഹിറ്റ് ചെയ്യുന്നത് ഫുൾ ഫേസ് ഓഫ് ദ ബാറ്റ്. കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ബോള് ഹിറ്റ് ചെയ്യുന്നത്. ആ സെയിം ടൈമിൽ റിസ്റ്റ് റോൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. റിസ്റ്റ് റോൾ ചെയ്യുന്നുണ്ടോ? റിസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബെറ്റർ, നമ്മൾ അടിച്ചതിന് ശേഷം ഒരു ബെറ്റർ ബാലൻസിന് വേണ്ടിയാണ് നമ്മൾ ബാക്ക് ഫുട്ടിന്റെ നീ ഡൗൺ ചെയ്യും, നീൽസ് ഡൗൺ ചെയ്യും. ഗ്രൗണ്ടിലെ ടച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ബാക്ക് ഫുട്ടിന്റെ നീ പിച്ചില് മുട്ടി നിൽക്കും. അത് നമ്മൾ ബെറ്റർ ബാലൻസിന് വേണ്ടിയാണ്. ഓക്കെ, റിസ്റ്റ് റോൾ ചെയ്തു, ബോൾ പോകുന്നു ബിഹൈൻഡ് ദ സ്ക്വയർ. ആ സെയിം ടൈം നോക്കുക, ഹെഡിന്റെ പൊസിഷൻ നോക്കുക. നമ്മുടെ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ഫ്രണ്ടിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഹെഡ് ഫോർവേഡ് ആണ്. ഓക്കെ, ഇതായിരിക്കും കറക്റ്റ് ഒരു സ്വീപ്പ് ഷോട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു
കട്ട് ഷോട്ട് ആണ് നെക്സ്റ്റ് നമുക്ക് പറയുന്നത്. ബാക്ക് ഫുട്ടിന്റെ പൊസിഷൻ നോക്കുക. ബോള് ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് നല്ല എവേ ആണ് പോകുന്നത്. ആ ബോളിനെ നമ്മൾ ഹിറ്റ് ചെയ്യാൻ കട്ട് ഷോട്ടിന് പോകുന്നത്. ബാക്ക് ഫുട്ടിന്റെ പ്ലേസ്മെന്റ് നോക്കുക. ബാക്ക് ഫുട്ട് അക്രോസ് ദ ഓഫ് സ്റ്റംപ്. ഇതാണ് അക്രോസ് എന്ന് പറയുന്നത്. ഇതാണ് അക്രോസ് ദ ഓഫ് സ്റ്റംപ്. ബാറ്റ് ഹൈ ടു ലോ, എക്സ്റ്റൻഡഡ് ആംസ്. ദെൻ ബോള് കണ്ണിന്റെ ഫ്രണ്ടിൽ വെച്ച് ഹിറ്റ് ചെയ്തു. കംപ്ലീറ്റ് വെയിറ്റ് ബാക്ക് ഫുട്ടിലാണ്. ദെൻ സെയിം ടൈമിൽ റിസ്റ്റ് നന്നായിട്ട് റോൾ ചെയ്തു. എക്സ്റ്റൻഡ് ആംസ് റിസ്റ്റ് നന്നായിട്ട് റോൾ ചെയ്ത് ബോള് ഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത്. ദെൻ ബാറ്റിന്റെ ഫോളോ ത്രൂ ഫിനിഷ് ചെയ്യുന്നത് ഫ്രണ്ട് ഷോൾഡറിൽ ഫിനിഷ് ചെയ്യുന്നു. ഹെഡിന്റെ പൊസിഷൻ നോക്കുക. ഹെഡ് എങ്ങോട്ടാണ് നമ്മൾ ബോൾ അടിച്ചത് ആ പൊസിഷനിലോട്ട് നന്നായിട്ട് ഫോർവേഡ് ആയിട്ട് ഹെഡിന്റെ പൊസിഷൻ നിൽക്കും. ഇതാണ് കട്ട് ഷോട്ട്. നെക്സ്റ്റ് വൺ പുൾ ഷോട്ട് ആണ്. ആ പുൾ ഷോട്ടിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് ഫുട്ടിൽ നമുക്ക് പുൾ ചെയ്യാം, ബാക്ക് ഫുട്ടിൽ നമുക്ക് പുൾ ഷോട്ട് ചെയ്യാം. അപ്പൊ ആ രണ്ട് വീഡിയോസ് നിങ്ങളൊന്ന് കാണിക്കാം. ലെഗിന്റെ മൂവ്മെന്റ്സ് ശ്രദ്ധിച്ചോണം. ബാക്ക് ഫുട്ട് നേരെ ബാക്കിലോട്ട് മൂവ് ചെയ്തു. ഹൈ ബാക്ക് സ്വിംഗ്. ബോൾ ജസ്റ്റ് ബോർഡിൽ ലൈനിലോട്ട് വന്നു. നിങ്ങൾക്കെല്ലാം കാണാലോ. ബോളിന്റെ ലൈനിലോട്ട് കറക്റ്റ് ബോഡി അലൈൻ ചെയ്ത് കൊണ്ടുവന്നു. ദെൻ വെയിറ്റ് കംപ്ലീറ്റ് ബാക്ക് ഫുട്ടിലോട്ട് കൊണ്ടുവന്നു. ബാക്ക് ഫുട്ടോടെ പൊസിഷൻ നോക്കുക. ഡൗൺ ദ വിക്കറ്റ്. എക്സ്റ്റൻഡ് ആംസിലാണ് ബോള്. നന്നായിട്ട് എക്സ്റ്റൻഡ് ചെയ്തു ആം. ദെൻ നോക്കുക ആ റിസ്റ്റ് റോൾ ചെയ്യുന്ന പൊസിഷൻ നോക്കുക. റിസ്റ്റ് നന്നായിട്ട് റോൾ ചെയ്തു, ഹിറ്റ് ചെയ്തു. ദെൻ ഫോളോ ത്രൂ ഫ്രണ്ട് ഷോൾഡറിൽ ഫിനിഷ് ചെയ്തു. ഓക്കെ. ആ സെയിം ടൈമില് ഹെഡിന്റെ പൊസിഷൻ നോക്കുക. ഹെഡിന്റെ പൊസിഷൻ കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ബോള് ഹിറ്റ് ചെയ്യുന്നത്. ബോള് കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് ഹിറ്റ് ചെയ്തു. ദെൻ റിസ്റ്റ് നന്നായിട്ട് റോൾ ചെയ്തു പോകുന്നു. സെയിം ടൈമിൽ കംപ്ലീറ്റ് നമ്മുടെ ബോഡി നന്നായിട്ട് ബാലൻസ്ഡ് ആയിരിക്കും. ഓഫ് ബാലൻസ് ആയാൽ ബോള് ഹെയറിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. കറക്റ്റ് ബാലൻസിലാണ് പോകുന്നത്. ഓക്കെ. ദെൻ ഇനി നമുക്കൊരു ഫ്രണ്ട് ഫുട്ടിൽ ഒരു പുള്ള് ചെയ്യുന്ന ഒരു വീഡിയോ കാണാം. ഈ ഫ്രണ്ട് ഫുട്ടിൽ പുള്ള് ചെയ്യാന്ന് പറയുന്നത് നല്ലൊരു ബൗൺസ്, നല്ല പേസ് ഉള്ള ഒരു വിക്കറ്റിലാണ്. നല്ല ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് പുള്ളി ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കി പുള്ളി ചെയ്യാൻ പോകുന്ന ഒരു ടൈം നമുക്ക് കിട്ടത്തില്ല. അതിനാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പുള്ളി ചെയ്യുന്നത്. ഓക്കെ. ഫീറ്റിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. ഹൈ ബാക്ക് സ്വിംഗ്. ഫ്രണ്ട് ഫുട്ട് ശ്രദ്ധിക്കുക. വെയിറ്റ് ഫ്രണ്ടിൽ തന്നെയാണ്. ബട്ട് ബാറ്റ് ഹൈ ടു ലോ, അതിട്ടാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ബാറ്റ് ഹൈ ടു ലോ ആണ്. ഹെഡിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. ഹെഡിന്റെ ഐസിന്റെ പൊസിഷൻ ശ്രദ്ധിക്കുക. ദെൻ ബോൾ ഹിറ്റ് ചെയ്ത് ബോഡി ലൈൻ വെച്ചാണ് ബോള് ഹിറ്റ് ചെയ്ത് ഓക്കെ. ഒന്നുകൂടെ കാണാം. ഓക്കെ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടോ? കണ്ണിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ബോള് ഹിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ സെഷൻ സമ്മറൈസ് ചെയ്യാണ്. സമ്മറൈസ് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് പോയിന്റ് നിങ്ങൾ പറയണമെന്നുണ്ട്. അതൊന്ന് പറയാണ്.
The whole idea of cricket is to score more runs than the opposition. നമ്മുടെ ഓപ്പോസിറ്റ് ടീമിനേക്കാളും കൂടുതൽ റൺ അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ബട്ട് യു കാൻറ്റ് ഡു ദാറ്റ് ഇഫ് യു ആർ ബാക്ക് ഇൻ ദ പവലിയൻ. നമ്മള് പവലിയനിൽ ഇരുന്നാൽ, അല്ലെങ്കിൽ ബാക്കിൽ കളിക്കാൻ ടീം ഇല്ലാതെ നമ്മൾ ബാക്കിൽ ഇരുന്നാൽ ഇത് നമ്മളെ കൊണ്ട് സാധ്യമാവില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മള് നേരത്തെ ആദ്യം പറഞ്ഞ സ്ലൈഡിൽ തന്നെയാണ് പറയുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ ആയിരിക്കണം നമ്മൾ. അപ്പൊ ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ടെക്നിക്ക് തന്നെയാണ്, ബേസിക് സെറ്റപ്പ് തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടൈമില് നിങ്ങൾ അതിനു വേണ്ടി മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു പോയിന്റോടെ പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പ്രാക്ടീസ് ഡസ് നോട്ട് മേക്ക് പെർഫെക്റ്റ്, ഓൺലി പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഇതിന്റെ മീനിങ് എന്നാൽ ഒത്തിരിയധികം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മള് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ് നമുക്ക് വേണ്ടത്. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്താലും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ അതിനുവേണ്ടി കൊടുക്കുക. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് ഈ ഒരു സമയം മാറി നമുക്ക് നല്ലൊരു സമയം വരുമെന്ന് ശുഭാപ്തി വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണം. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനു വേണ്ടി മാത്രം വിനിയോഗിക്കുക. ഓക്കെ, താങ്ക് യു ടീനി ചേട്ടാ. താങ്ക് യു അരുൺ, താങ്ക് യു. സൂപ്പർ ക്ലാസ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വളരെ മെയിൻ പോയിന്റ്സ് മാത്രം കവർ ചെയ്ത് നമ്മൾ ബാറ്റിങ്ങിനെ പറ്റി കേട്ടു. എന്തായാലും നമുക്ക് ഒരു ക്ലാസ്സിൽ നമുക്ക് എല്ലാം നമുക്ക് മനസ്സിലാവണമെന്നില്ല അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം മനസ്സിലിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ ഉള്ള സമയം നമ്മൾ ഈ സ്ലൈഡ്സും ഈ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഇപ്പൊ കവർ ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്. നിങ്ങൾ ഈ സമയം കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. അപ്പം നമുക്ക് ഡ്രിൽസ് അല്ലെങ്കിൽ റെപ്പറ്റീഷൻസ് ചെയ്യാനായിട്ട് വളരെ നല്ല സമയമാണിത്. അപ്പൊ നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഉള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച്, വീട്ടിന് പുറത്തു പോയില്ലെങ്കിൽ അടുത്തുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ടെക്നിക് കറക്ഷൻ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ സ്ലൈഡ്സ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. സെയിം സ്ലൈഡ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കീ പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ ഒന്നെങ്കിൽ ഷാഡോ അല്ലെങ്കിൽ മിററിന് മുമ്പിൽ പോയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, ഒരു ഷോട്ട് പെർഫെക്റ്റ് ചെയ്യാൻ അത് 10,000 hours ഓഫ് പ്രാക്ടീസ് വരുമെന്നാണ് പറയുന്നത്. 10,000 hours ഓഫ് പ്രാക്ടീസ്. 10,000 hours ഒന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും പക്ഷെ നമുക്ക് പരമാവധി റെപ്പറ്റീഷൻസ് ഈ സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ഗോൾ സെറ്റിംഗിൽ ഇപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഷോട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം റെപ്പറ്റീഷൻസ് കറക്റ്റ് രീതിയിൽ ഇപ്പം ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് വിത്ത് ഓർ വിത്തൗട്ട് ബോളും നിങ്ങൾക്ക് റെപ്പറ്റീഷൻസ് ചെയ്യാം. അപ്പം ഈ സമയം നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ചാൽ വളരെ ഫലപ്രദമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് ബാറ്റ്സ്മാൻമാർക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത്. സ്ലൈഡ് കാണിച്ചവർക്ക് അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് ബാറ്റിങ്ങിനെ പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ബോളേഴ്സിന് എന്തിനാണ് ബാറ്റിംഗ് അറിയേണ്ടത്? ബാറ്റിങ്ങിനെ പറ്റി പഠിക്കണം. നിങ്ങൾ ബെറ്റർ ബാറ്റ്സ്മാൻമാരാവണം. ഓൾറൗണ്ടേഴ്സിന് രണ്ടും അറിയണം, ബാറ്റിങ്ങും ബോളിങ്ങും അറിയണം, ഫീൽഡിങ്ങും ഫീൽഡിംഗ് ആസ്പെക്ട് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ ബോളേഴ്സിനും ഇത് വളരെ ഫലപ്രദമാണ് ഇത് അറിഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ ഒരു ബെറ്റർ ലെവൽ ഓഫ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റ്സ്മാൻമാരുടെ ടെക്നീക്ക് നിങ്ങൾ മനസ്സിലാവേണ്ട വളരെ ആവശ്യമാണ്. അവരുടെ സ്ട്രോങ് പോയിന്റ്സും വീക്ക് പോയിന്റ്സും നിങ്ങൾ വിലയിരുത്തേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ എവിടെയൊക്കെയാണ് അവർ നല്ലതായിട്ട് കളിക്കുന്നത്, ടെക്നിക്കിൽ എന്തെങ്കിലും ഫോൾട്ട് കാണാനുണ്ടോ, അതൊക്കെ ഈ സ്ലൈഡുകൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഒരു ബാറ്റ്സ്മാന്റെ വീക്ക്നെസ് നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ആസ് ബോളേഴ്സ്, നിങ്ങൾ പ്യുവർ ബോളേഴ്സ് ആണെങ്കിലും ഈ ബാറ്റിങ്ങിന്റെ ബേസിക്സ് ഫണ്ടമെന്റൽസ് നിങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ സമയം നിങ്ങൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം. പിന്നെ ഉള്ള കാര്യം, നിങ്ങൾ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് ബാറ്റിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോസ് എടുത്തിട്ട് അങ്ങനെ കോച്ചസിനെ അയച്ചു കൊടുത്താൽ അവർ അതിനുള്ള കറക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, സോ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് അറിയാം. നിങ്ങൾ
രീതിയിൽ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ചെയ്യാത്ത ആൾക്കാരും ഈ സമയം മാക്സിമം ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, നമ്മള് മെസ്സേജ് കോളത്തില് വലിയ ഡൗട്ട്സ് ഒന്നും കാണുന്നില്ല, ക്വസ്റ്റ്യൻസ് കാണുന്നില്ല, താങ്ക് യു മാത്രം കാണുന്നുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുമ്പം കൂടുതൽ ഡൗട്ട്സ് വരും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ കോച്ചസിന് പേഴ്സണലായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവരിബഡി. വൺസ് അഗൈൻ completed one more good session. Thank you, Arun. Thank you. Great effort, great initiative. Okay, and next session നമ്മൾ ബോളിങ്ങിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഫാസ്റ്റ് ബോളിംഗ് ആൻഡ് സ്പിൻ ബോളിംഗ് ബേസിക്സ് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ റെഡി ആയിട്ട് വരിക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് പ്ലെയേഴ്സ്. ടേക്ക് കെയർ, ടേക്ക് സേഫ്റ്റി എല്ലാം നിങ്ങൾ ചെയ്യുന്ന വ്യാപനം നടക്കുകയാണ് ഇതിന്റെ. ഓക്കെ, സോ ബി കെയർഫുൾ. പറ്റുന്നത്രയും സേഫ് ആയിട്ട് ഇരിക്കുക, ആവശ്യമില്ലാതൊന്നും പുറത്ത് ഇറങ്ങാതിരിക്കുക, അതിന് പ്രയോജനമുണ്ട്. ഓക്കെ, സോ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ഓൾ ദ ബെസ്റ്റ്. സീ യു നെക്സ്റ്റ് സാറ്റർഡേ. ഓക്കെ, ബൈ, താങ്ക് യു.